പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പഠന വിഷയത്തിൻ്റെ തുടർച്ചയായി ഈ ക്ലാസ്സിൽ നാം സാർവത്രിക ലേഖനങ്ങളെക്കുറിച്ചാണ് പഠിക്കുക. ബിരുദാനന്തര ബിരുദതലത്തിലെ ദൈവശാസ്ത്ര പഠനത്തിലെ ഒരു വിഷയമാണ് സാർവത്രിക ലേഖനങ്ങളെക്കുറിച്ചുള്ള വിശകലനം. ഈ സാർവത്രിക ലേഖനങ്ങളിൽ യാക്കോബിൻ്റെ ലേഖനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ രചയിതാവിനെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അതിൻ്റെ രചനാകാലം തുടങ്ങിയ വസ്തുതകളും അതിൻ്റെ ആമുഖവാക്യവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കുക 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതലാണ്. 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുന്നു. ഇതാണ് ശ്ലീഹ പറയുക. അതായത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും നിരാശപ്പെടരുത്. പരീക്ഷണങ്ങൾ എന്ന് ഇവിടെ POC ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പെയ്റാസ്മോയി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തെയാണ്. എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾ എന്ന അർത്ഥത്തിലും അത് വിവർത്തനം ചെയ്യാവുന്നതാണ്. പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ആകർഷണങ്ങൾ എന്നുള്ള അർത്ഥവും അതിനുണ്ട്. അപ്പോൾ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, അതൊരു ആന്തരികമായ പരീക്ഷണങ്ങളാകുമ്പോൾ അതിനെ പ്രലോഭനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ബാഹ്യമായ പരീക്ഷണങ്ങൾ, വിശിഷ്യ ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ വിശ്വാസം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഈ ലേഖനം എഴുതപ്പെടുമ്പോൾ മതമർദ്ദനത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം പരീക്ഷകളെ നേരിടുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ലേഖനം വിവക്ഷിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും പ്രഥമത മതമർദ്ദനത്തിൻ്റെ പീഡാനുഭവങ്ങളിൽ, കഷ്ടതകളിൽ വിശ്വാസം ഉപേക്ഷിച്ച് പോകാനുള്ള പ്രേരണ, പ്രലോഭനം, തോക്ക് ചൂണ്ടി മുമ്പിൽ നിൽക്കുമ്പോൾ നീ വിശ്വാസം ഉപേക്ഷിച്ചില്ല എങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ വിശ്വാസത്തിൽ അടിപതറാതെ നിൽക്കുക എന്ന് പറയുന്നത് അസാമാന്യമായ ധീരത ആവശ്യപ്പെടുന്ന വസ്തുതയാണ്. നമുക്കറിയാം, തീവ്രവാദികൾ പീഡിപ്പിക്കുന്നതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ഇറാഖിൽ, സിറിയയിൽ ഒക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. അന്താരാഷ്ട്ര വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളാണ്. അവിടുത്തെ തീവ്രവാദി വിഭാഗങ്ങൾ ക്രൈസ്തവരെ ഭവനങ്ങളിൽ നിന്ന് ഓടിക്കുന്നു. അവരെ ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ഇന്ന് പീഡകൾ അനുഭവിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കഴിയുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏത് നിമിഷവും വധിക്കപ്പെടാമെന്നുള്ള സാഹചര്യം. കാരണം ക്രിസ്ത്യാനിയായി എന്ന ഏക കാരണത്താലാണ് അവിടെ വധിക്കപ്പെടുക. സമാനമായ പരിതോവസ്ഥയാണ് ഈ ലേഖനം എഴുതപ്പെടുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കയ്യോടെ കൊല്ലപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്ന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് പ്രഥമത മതമർദ്ദനത്തെക്കുറിച്ച്. എന്നാൽ അതുമാത്രമല്ല, മനുഷ്യൻ്റെ ആന്തരികമായ പ്രലോഭനങ്ങളെക്കുറിച്ച് കൂടി ഇവിടെ വിവക്ഷയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 13-ാം വാചകത്തിലെത്തുമ്പോൾ കേൾക്കുന്നുണ്ട്: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത നിത്യകിരീടം ലഭിക്കുന്നു. ദൈവം ആരെയും പാപത്തിന് പരീക്ഷിക്കുന്നില്ല, ദുർമോഹങ്ങളാണ് പരീക്ഷകൾക്ക് കാരണമാകുന്നത് തുടങ്ങിയ വിശകലനങ്ങളിലൂടെ ആന്തരികവും ബാഹ്യവുമായ വിശ്വാസ പരീക്ഷണങ്ങളെ ലേഖനകർത്താവ് വിവക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ആന്തരികമായ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അവ പ്രലോഭനങ്ങളും, ബാഹ്യമായ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അവ മതമർദ്ദനങ്ങളും എന്നാണ് ലേഖനകർത്താവ് വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാം. ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്നത് ക്രിസ്തീയതയുടെ വളരെ അടിസ്ഥാനപരമായൊരു സത്യത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെ വഴി എപ്പോഴും സഹനങ്ങളുടെ വഴിയാണ്. ഒരുവൻ വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവും രക്ഷകനുമാണ് എന്ന ബോധ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ ആ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ അവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു. അതല്ല എങ്കിൽ വിശ്വാസത്തിൻ്റെ നിതാന്ത ശത്രുവായ സാത്താൻ മനുഷ്യനെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് കൊണ്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം, മദ്യം കൊണ്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം, നിരീശ്വരവാദ ചിന്തകൾ കൊണ്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം. നമുക്കറിയാം, വിശ്വാസത്തിന് ഹാനികരമായത് മതമർദ്ദകർ മാത്രമല്ല, മറിച്ച് നമ്മുടെ ആന്തരികതയിൽ ഉയരുന്ന പ്രലോഭനാത്മകമായ ചോദനകളും വിശ്വാസത്തിന് വിരുദ്ധം തന്നെ. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിശ്വാസ പരീക്ഷണങ്ങളെയും ഗ്രന്ഥകാരൻ ഇവിടെ വിവക്ഷിക്കുന്നു. വിശ്വാസം സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങേണ്ട യാഥാർത്ഥ്യം, സഹനത്തിൻ്റെ മുള്ളുപിരിച്ച പന്ഥാവിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട സത്യമാണ് വിശ്വാസം. ഈശോ തൻ്റെ പ്രഭാഷണങ്ങളിലുടനീളം അത് പറഞ്ഞു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തൻ്റെ പിന്നാലെ വരട്ടെ. വിശ്വാസത്തിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. വിശ്വാസത്തിൻ്റെ വഴി നഷ്ടങ്ങളുടെ വഴിയാണ്. വിശ്വാസത്തിൻ്റെ വഴി സഹനങ്ങളുടെ വഴിയാണ്. അത് സുവിശേഷത്തിൻ്റെ കേന്ദ്രാശയമാണ്. സഹനമില്ലാത്ത രക്ഷയെക്കുറിച്ച് പത്രോസ്ലീഹ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോയോട് പറഞ്ഞു. തൻ്റെ സഹനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ പത്രോസ് തിരുത്തി, കർത്താവേ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം നിന്നെ കാക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചപ്പോൾ യേശു ഏറ്റവും ക്രൂരമായ ഭാഷയിൽ പത്രോസിനെ നേരിട്ടു. സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോവുക, നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് എന്ന് യേശു തിരുത്തി. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സഹനം കൂടാതെയുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നാം എപ്പോഴും സ്വപ്നം കാണുക. സഹനമില്ലാത്ത വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ധാന്യമില്ലാത്ത പതിർമണികൾ പോലെയാണ്. അതിന് കനമില്ല, അതിനാഴമില്ല, അവയെ കൊണ്ട് പ്രയോജനവുമില്ല. സഹനമാണ് വിശ്വാസത്തെ ഉരുക്കി ഊതി ശുദ്ധീകരിച്ച് ശോഭയുള്ളതാക്കുന്നത് എന്ന് നമുക്കറിയാം. ഇരുമ്പ് നിർമ്മിക്കുന്നത്, ഉരുക്കാക്കുന്നത് എന്താണ്? പച്ചിരുമ്പ് നിശ്ചിത അനുപാതത്തിൽ വെട്ടിത്തിളപ്പിച്ച് ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം അതിനെ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് അത് കരുത്തുള്ള ഉരുക്കായിത്തീരുന്നത്. അതല്ല എങ്കിൽ അത് വളച്ചാൽ ഒടിഞ്ഞു പോകുന്ന പച്ചിരുമ്പായി മാറി നിലനിൽക്കുവാൻ. ഏതും ഇപ്രകാരം ഉരുക്കി ശുദ്ധീകരിക്കും. സ്വർണം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് അല്പസമയം കഴിയുമ്പോൾ ഇതേ ലേഖനകർത്താവ് തന്നെ പറയും. ശരിക്കും ദൈവം ശുദ്ധീകരിക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, സഹനങ്ങൾ അവ നമ്മെ ബലപ്പെടുത്തും. ഇതാണ് വചനം പറയുക. ഗിരിപ്രഭാഷണത്തിൽ ഈശോ അത് വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ നാമനിമിത്തം ഭൂമിയിൽ സകലരും നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും ഈശോ പറഞ്ഞു. അപ്പോൾ സഹനത്തിലൂടെ വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനത് സ്വഭാവം. രക്തസാക്ഷികളുടെ ചുടുനിണം വീണു കുതിർന്ന മണ്ണിലാണ് സഭാതരു തഴച്ചു വളർന്നത് എന്നത് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള സത്യമാണ്. റോമൻ കൊളോസിയങ്ങളിൽ മണ്ണ് പിഴിഞ്ഞാൽ ക്രൈസ്തവൻ്റെ ചോര വീഴുന്നതക്ക വിധത്തിൽ 10,000-കണക്കിന് ക്രിസ്ത്യാനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെരുവീഥികളിൽ വിളക്കുകാലുകളെപ്പോലെ ക്രിസ്ത്യാനികളെ നാട്ടി നിർത്തി കത്തിച്ചതിൻ്റെ കഥ
റോമൻ ചരിത്രകാരനായ താസിറ്റസ് എഴുതുന്നതിനെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരുപാട് മനുഷ്യരുടെ ധീരോദാത്തമായ സഹനപൂർണമായ വിശ്വാസ സാക്ഷ്യത്തിൽ നിന്നാണ് വിശ്വാസത്തിന് കാലദേശങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിച്ചത് എന്ന് നാം തിരിച്ചറിയണം. ആദിമ ക്രൈസ്തവർ അപ്രകാരം ധീരമായ സാക്ഷ്യം നൽകിയതിൻ്റെ ഊർജമാണ് ഇന്നും സഭയെ മുമ്പോട്ട് നയിക്കും. ഇന്ന് ഇറാഖിലും സിറിയയിലും ഉള്ള വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ധീരമായ സഹനം, മരണം മുമ്പിൽ വന്ന് നിന്നിട്ടും പതറാതെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന അവർ വാസ്തവത്തിൽ വരും തലമുറകൾക്ക് വിശ്വാസം ജീവിക്കാനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നവർ. ആ ഒരു സത്യമാണ് യാക്കോബ് ശ്ലീഹായുടെ പറയുക. സഹനത്തെ കാണുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് ഓടിപ്പോകരുത് എന്നാണ് അദ്ദേഹം പറയുക. സഹനമുണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യ ഫലം എന്ത് എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കും, ഉറപ്പ് ലഭിക്കും. ഇരുമ്പ് ഉരുക്കി കഴിയുമ്പോൾ, അത് ഉരുക്കായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കും. ലോഹങ്ങൾ ഉരുക്കി അതിനെ തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് പദം വന്ന് കാഠിന്യമുള്ള ലോഹമായി അത് മാറുന്നു എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെയാണ് ആത്യന്തികമായ വിശ്വാസം എന്നാണ് ഈ ലേഖനകർത്താവ് നമുക്ക് പറഞ്ഞു തരിക. അതായത് ഈ സമാനമായ ആശയങ്ങൾ സ്വർണം ഉരുക്കി ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഈ ഉരുക്കി ശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ലേഖനകർത്താവ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് എഴുതുക. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ പല സൂചനകളും ഇദ്ദേഹം ഇവിടെ വ്യംഗ്യമായി ദ്യോതിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ പറയുന്ന ഇങ്ങനെ, 2-ാം അധ്യായം 1 മുതൽ: എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. വാസ്തവത്തിൽ ഈ പ്രഭാഷക ചിന്ത തന്നെയാണ് ഈ ലേഖനകർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം. സമാനമായ ആശയങ്ങൾ വിശ്വാസത്തിൽ പതറാതെ നിൽക്കുന്നവനെ ദൈവം കരുത്തുള്ളവരാക്കും എന്ന ആശയം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 2-ാമത്തെ ഫലം സ്ഥിരത ലഭിക്കുന്നു. അതുപോലെ 2-ാമതായി പറഞ്ഞു പൂർണ്ണത ലഭിക്കും. പൂർണ്ണത ലഭിക്കുക എന്ന് പറഞ്ഞാൽ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു പദമാണ് പൂർണ്ണത ലഭിക്കുക. പൂർണ്ണത ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. പൂർണ്ണത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തിച്ചേരുക, ദൈവത്തോട് മരണശേഷം ഐക്യപ്പെടുക തുടങ്ങിയതിനെയൊക്കെ പൂർണ്ണത എന്ന് പുതിയ നിയമത്തിൽ പല സന്ദർഭങ്ങളിലും വിവക്ഷിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പൂർണ്ണത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തോട് പൂർണ്ണമായും സമരസപ്പെടുക, സ്വന്തം ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തിന് ഒരു വ്യക്തി സമ്പൂർണമായും സമർപ്പിക്കുന്ന അവസ്ഥയെയാണ് യാക്കോബ് ശ്ലീഹ പൂർണ്ണത പ്രാപിക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുക. വചനത്തിൽ പറയുന്നുണ്ട്, മത്തായി ശ്ലീഹ 5:48 തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് പറയുമ്പോൾ ശ്ലീഹ അവിടെ വിവക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതത്തോട് പൂർണ്ണമായും മനുഷ്യർ ചേർന്ന് നിൽക്കുമ്പോൾ
ആത്യന്തികമായി അവർ പൂർണ്ണതയുള്ളവരായിത്തീരും. ദൈവപിതാവിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കുക. ധനികനായൊരു യുവാവ് ഈശോയെ അനുഗമിക്കാൻ വരുന്ന രംഗം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഈ പൂർണ്ണത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദൈവഹിതത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിനെ 2 അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒന്നാവുക, അതായത് ദൈവസ്നേഹത്തിൽ ആഴപ്പെടുക. 2, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക. പൂർണ്ണത പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പൂർണ്ണത പ്രാപിക്കുക എന്നാണ് അർത്ഥം. സഹനത്തിലൂടെ മനുഷ്യന് കൈവരുന്ന 2 നന്മകളാണ് ശ്ലീഹ പറഞ്ഞു തരുന്നത്. 1, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുന്നു. 2, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പൂർണ്ണത ഉള്ള മനുഷ്യരായി നമ്മൾ മാറുന്നു എന്ന സത്യമാണ് ശ്ലീഹ പറയും. തുടർന്ന് 5ഉം 6ഉം വാക്യങ്ങളിൽ അദ്ദേഹം തുടരുകയാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കുക, അവന് ലഭിക്കുക തന്നെ ചെയ്യും. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക? നമുക്കറിയാം, ബൈബിളിൽ ജ്ഞാനം ചോദിച്ച് മേടിച്ച ഒരു മനുഷ്യൻ്റെ കഥ പഴയ നിയമം പറയുന്നുണ്ട്. അത് സോളമന് സ്വപ്നത്തിൽ യാഹ്വേ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സോളമ നിനക്ക് എന്തു വേണം? ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യനാക്കി വേണം നിന്നെ ഞാൻ മാറ്റാം, ഏറ്റവും ശക്തനും സമ്പന്നനുമാക്കി നിന്നെ ഞാൻ മാറ്റാം, നിനക്കെന്താ വേണ്ടത്? സോളമൻ പറഞ്ഞു, ദൈവമേ, എനിക്കവിടുത്തെ ജ്ഞാനം മതി എന്ന്. വളരെ ബുദ്ധിപൂർവമാണ് സോളമൻ പറഞ്ഞത്. ദൈവത്തിന് ആ മറുപടി ഇഷ്ടപ്പെട്ടു. ദൈവം സോളമനെ ഭൂമിയിലെ ഏറ്റവും ജ്ഞാനിയാക്കി എന്ന് മാത്രമല്ല, അതോടൊപ്പം അവന് സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന കഥ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് പരിചിതമാണ്. സമാനമായി ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തോട് ജ്ഞാനം ചോദിച്ച് മേടിക്കും. എന്താണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവഹിതാനുസൃതം ജീവിക്കാനുള്ള കൃപ. ഇപ്പോൾ ഉദാഹരണം ഈശോ പറയുന്നുണ്ട്, 2 ഭവനങ്ങളെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപന ഉപമയിൽ ഈശോ പറയുന്നു. ഒരുവൻ ഭവനം പണിതു, അത് പാറമേൽ. വേറൊരുവൻ ഭവനം പണിതു, അത് മണൽപ്പുറത്ത്. മണൽപ്പുറത്ത് പണിതവനെ ഭോഷനെന്നും പാറപ്പുറത്ത് പണിതവനെ ജ്ഞാനി എന്നുമാണ് ഈശോ വിളിക്കുക. നമുക്കറിയാം, വചനത്തിൽ നിലനിൽക്കാത്ത മനുഷ്യർ വചനം കേട്ടു, അതിൽ സന്തോഷിച്ചു, അതിനുശേഷം ലൗകിക വ്യഗ്രത വരുമ്പോൾ, വചനത്തെ ഇട്ടെറിഞ്ഞേച്ച് പോകുന്ന പ്രലോഭനങ്ങൾ വരുമ്പോൾ, മതമർദ്ദനം വരുമ്പോൾ ഇട്ടെറിഞ്ഞേച്ച് പോകുന്നവരെയാണ് മണൽപ്പുറത്ത് പണിത ഭോഷൻ എന്ന് വിളിക്കുക. അതേസമയം പാറപ്പുറത്ത് ഉറപ്പുള്ള അടിത്തറമേൽ പണിതവൻ ഏത് പ്രതിസന്ധിയും കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും ഭൂകമ്പവും ഉണ്ടായിട്ടും അവൻ്റെ ഭവനം തകർന്നില്ല എന്ന് പറയുമ്പോൾ മതമർദ്ദനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസിയുടെ കരുത്തിനെയാണ്. അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുമ്പോൾ കേവലമായ ഒരു അറിവ്, എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള ഒരു അറിവ് എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുന്നതിന് പകരം ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ നിയതമായ അർത്ഥം ദൈവവചനമാണ് ഏറ്റവും വലിയ സത്യം എന്ന ബോധ്യത്തോടെ അതിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനുള്ള ആത്മസ്ഥൈര്യം എന്ന അർത്ഥത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരർത്ഥത്തിൽ എഫേസ്യ ലേഖനത്തിൽ ജ്ഞാനത്തിന് മറ്റൊരു വലിയ അർത്ഥം കൂടി കൽപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന് പരിശുദ്ധാരൂപിയെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലൊന്നായിട്ട് ജ്ഞാനത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ജ്ഞാനം എന്നത് പരിശുദ്ധാരൂപി തന്നെയാണ് എന്നാണ് എഫേസ്യ ലേഖനം 1:17 പൗലോസ് അപ്പസ്തോലൻ്റെ
നിലപാട്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാരൂപി തന്നെയാണ് എന്ന് അവിടെ പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാരൂപിയെ സൂചിപ്പിക്കുന്നു എന്നുകൂടി അർത്ഥം. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഒന്നാമതായി രക്തസാക്ഷിത്വത്തിന് തയ്യാറാകുന്ന ആത്മധൈര്യമെന്നും, രണ്ട്, ആ ധൈര്യം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ റൂഹായിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും തുടർന്നുള്ള വാചകത്തിൽ യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്, സംശയിക്കുന്ന മനസ്സുള്ളവൻ, ചഞ്ചലചിത്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ഈശോ മിശിഹാ പറയും. അതായത് ഏതെങ്കിലും വ്യക്തി സംശയത്തോടെ ചഞ്ചലചിത്തനായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന പ്രയോജനശൂന്യമാണ്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് അതിൽ സംശയത്തിന് ഇടമില്ല. സംശയമുള്ളിടത്ത് വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് കടുകുമണിയുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറയുന്നു. കടുകുമണിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് മറ്റ് വിത്തുകൾക്ക് ഉള്ളിൽ വായു അറയുടെ ഒരു ശൂന്യതയുണ്ടെങ്കിൽ കടുകുമണിക്ക് അതില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ വസ്തുതയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയട്ടെ. പക്ഷേ വിവക്ഷ ഇതാണ്, ഈ വിശ്വാസത്തിനിടയിൽ അവിശ്വാസത്തിനോ സന്ദേഹത്തിനോ പ്രസക്തിയില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഉറപ്പില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ആ ഒരു സന്ദേഹത്തോടെ വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പ്രയോജനരഹിതമായി തീരുന്നു എന്നാണ് വചനം പറയുക. ഇവിടെ ഈശോ മിശിഹാ പറയുന്നുണ്ട്, വിശ്വാസത്തോടെ സന്ദേഹമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി അത്തിമരം ഉണക്കിക്കളയുന്നൊരു രംഗം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെ വാക്യങ്ങളിൽ കാണുന്നു. ഈശോയോടെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയരഹിതമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സംശയമില്ലാത്തവരായി, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ, അപ്പോൾ പ്രാർത്ഥിക്കാത്തതല്ല പലപ്പോഴും നമ്മുടെ കുഴപ്പം, പ്രാർത്ഥിക്കുന്നത് പോലെ സംഭവിക്കുമെന്ന സംശയരഹിതമായ ഉറപ്പ് ഇല്ലാതെ പോകും. അതുകൊണ്ട് കുറച്ച് സംശയവും കുറച്ച് വിശ്വാസവും എന്നുള്ള അവസ്ഥയിൽ വിശ്വാസം ജീവിക്കുക സാധ്യമല്ല എന്നാണ്. വീണ്ടും യാക്കോബ് ശ്ലീഹ പറയുന്നത് എന്താണ്? ചഞ്ചല പ്രകൃതി എന്നാണ് അത്തരക്കാരെ പറയുക. ചഞ്ചല പ്രകൃതി എന്നിവിടെ വിവർത്തനം ചെയ്ത മൂലപദത്തെ കൃത്യമായി വിവർത്തനം ചെയ്താൽ വിഭജിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉടമ എന്നാണ്. വിഭജിക്കപ്പെട്ട ഹൃദയം, കുറേ ദൈവത്തിന്, കുറേ ലോകത്തിന്, കുറേ സാത്താന്, ആ രീതി നമുക്കറിയാം. ഇതിൻ്റെ വളരെ ക്ലാസിക്കലായൊരു ഉദാഹരണം ഉൽപ്പത്തി ഗ്രന്ഥത്തിലുണ്ട്. ദൈവമായ കർത്താവ് ലോത്തിനെയും ഭാര്യയെയും രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അബ്രാഹത്തിൻ്റെ സഹോദരനായതുകൊണ്ട് ലോത്തിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ താഴെയുള്ള ഇന്ന പട്ടണത്തിലേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു. മുമ്പോട്ട് പോയി പ്രാണൻ രക്ഷിക്കണമെന്ന് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നിൽ തനിക്ക് നഷ്ടമാകുന്ന സൗഭാഗ്യങ്ങളും സമ്പത്തും സന്തോഷങ്ങളും അവളെ പിന്നോട്ട് വലിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഒരു വശത്ത് വലിക്കപ്പെടുമ്പോൾ പിന്നിലെ സൗഭാഗ്യങ്ങൾ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിച്ചു കീറപ്പെട്ടൊരു മനസ്സിൻ്റെ ഉടമയായി ലോത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് പോകുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവൾ പിന്നോട്ട് തിരിയുകയും അവൾ ഉപ്പ് തൂണായി തീരുകയും ചെയ്തു എന്നുള്ളത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അതായത് ചഞ്ചലചിത്തരാവുക എന്ന് പറഞ്ഞാൽ
നമ്മുടെ പ്രതിബദ്ധത ദൈവത്തിലല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു? നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള ഒരുവൻ്റെ ബന്ധത്തിൽ, വിശ്വാസത്തിൽ മറ്റൊന്നിനും ഇടയിൽ ഇല്ല, മറ്റൊന്നും തടസ്സമാകരുത് എന്ന ആ യാഥാർത്ഥ്യമാണ് ശ്ലീഹ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് എന്നോർക്കുക. വിശദാംശങ്ങളിലും ഇതര വചനഭാഗങ്ങളുടെ വ്യാഖ്യാനങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.